Welcome to my YouTube channel Anjali Devadas Biohub. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കൊളസ്ട്രോൾ മെറ്റാബോളിസം. നമുക്ക് ആദ്യം എന്താണ് കൊളസ്ട്രോൾ നോക്കാം. ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് മെംബ്രെയിൻ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ബയോസിന്തസിസ് ഒക്കർ ഇൻ ലിവർ. അപ്പോൾ ലിവറിലാണ് ഈ ഒരു കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. മെയിനായിട്ട് സൈറ്റോസോളിലും കുറച്ച് സിന്തസിസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും നടക്കുന്നുണ്ട്. ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസിന്റെ പ്രിക്കർസർ എന്ന് പറയുന്നത് അസറ്റൈൽ കോയയാണ്. ഇനി ഈ കൊളസ്ട്രോൾ ബയോസിന്തസിസ് നടക്കുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആവുന്ന സമയത്ത്, സ്ട്രെസ് ലെവൽ ലോ ആവുന്ന സമയത്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുന്ന സമയത്ത് അവിടെ ഇൻസുലിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറയുന്ന സമയത്ത് ആൽഡോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കുള്ളൂ, അതിൻ്റെ അളവ് കുറവായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത്. സോ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് മെംബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ബയോസിന്തസിസ് ഒക്കർ ഇൻ ലിവർ ആൻഡ് ദ പ്രിക്കർസർ ഫോർ കൊളസ്ട്രോൾ ബയോസിന്തസിസ് ഈസ് അസറ്റൈൽ കോയ. ഇനി ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 27 കാർബൺ ട്രൈ ടെർപ്പീൻ ആണ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു 27 കാർബൺ ട്രൈ ടെർപ്പീൻ ആണ്. ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആംഫിപാത്തിക് മോളിക്യൂൾ ആണ്. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഫിപാത്തിക് മോളിക്യൂൾ ആണ്. അതിനൊരു പോളാർ OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളാർ സ്മോൾ ടെയിൽ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ആംഫിപാത്തിക് മോളിക്യൂൾ ആണ്, അതിനൊരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളാർ ടെയിൽ ഉണ്ട്. അതുമാത്രമല്ല ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ സൈക്ലിക് റിംഗ്, കുറേ സൈക്ലിക് റിംഗ് അതിന് പ്രസന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കൊളസ്ട്രോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ അനിമൽസ്. ഓക്കെ, ഇത് എവിടെയാണ് കാണുന്നത്? ഇത് അനിമൽസിലാണ് ഉള്ളത് ആൻഡ് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഇറ്റ് ഈസ് ആൻ യൂണിക് സ്റ്റിറോയിഡ് ഇൻ അനിമൽസ് ആൻഡ് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, ഇനി ഈ ഒരു കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഒരു റിജിഡിറ്റി ഉണ്ടാവുന്നത്. അതുമാത്രമല്ല ഇറ്റ് ആക്ട് ആസ് എ ടെമ്പറേച്ചർ ബഫർ. ഓക്കെ, ഇനി ഇത് വൈറ്റമിൻ ഡിയുടെ പ്രീകേഴ്സർ ആണ്, അതുപോലെ തന്നെ ബൈൽ ആസിഡ്സിന്റെ പ്രീകേഴ്സർ ആണ്, കുറെ സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെയും പ്രീകേഴ്സേഴ്സ് ആണ്. ഏത് സ്റ്റീറോയിഡ് ഹോർമോൺസ് ഒക്കെയാണ്? ആൽഡോസ്റ്റിറോൺ, പ്രൊജസ്റ്ററോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് മെംബ്രെയിൻ. ഇതിന്റെ ബയോസിന്തസിസ് നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബയോസിന്തസിസിന്റെ പ്രിക്കർസർ എന്ന് പറയുന്നത് അസറ്റൈൽ കോയാണ്. കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത് ഏതൊക്കെ സമയത്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആവുന്ന സമയത്തും സ്ട്രെസ് ലെവൽ ലോ ആവുന്ന സമയത്തും ആയിരിക്കും. അതുമാത്രമല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു 27 കാർബൺ ട്രൈ ടെർപ്പീൻ ആണ്. ഇതൊരു ആംഫിപാത്തിക് മോളിക്യൂൾ ആണ്, അതിനൊരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളർ ടെയിൽ ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാണെങ്കിൽ ഇതിൽ കുറെ മൾട്ടിപ്പിൾ സൈക്ലിക് റിംഗ് പ്രസന്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഇറ്റ് ഇസ് എ യൂണിക് സ്റ്റിറോയിഡ് പ്രസന്റ് ഇൻ അനിമൽസ് ഓൺലി ആൻഡ് ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഒരു റിജിഡിറ്റി കൊടുക്കുന്നതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ടെമ്പറേച്ചർ ബഫർ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ബൈൽ ആസിഡ്, അതുപോലെ തന്നെ കുറെ സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെ ഒക്കെ പ്രിക്കേഴ്സേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റീറോയിഡ് ഹോർമോൺ? ആൽഡോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒക്കെ പ്രിക്കേഴ്സർ ആണ് ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ കൊളസ്ട്രോൾ മെറ്റാബോളിസം അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസിലേക്ക് നോക്കാം. എന്തൊക്കെയാണ്? 5 സ്റ്റേജസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സിന്തസിസ് ഓഫ് HMG കോയെ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫോർമേഷൻ ഓഫ് മെവാലോനേറ്റ്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഓഫ് IPP ആൻഡ് DPP. പിന്നെ സിന്തസിസ് ഓഫ് സ്ക്യൂലിൻ ആൻഡ് കൺവേർഷൻ ഓഫ് സ്ക്യൂലിൻ ടു കൊളസ്ട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5 സ്റ്റേജസുകളാണ്, 5 സ്റ്റെപ്സുകളാണ് ഇതിനുള്ളത്. എന്തൊക്കെയാണ്? HMG കോയുടെ സിന്തസിസ്, മെവാലോനേറ്റിന്റെ ഫോർമേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് IPP ആൻഡ് DPP ആൻഡ് സിന്തസിസ് ഓഫ് സ്ക്യൂലിൻ ആൻഡ് കൺവേർഷൻ ഓഫ് സ്ക്യൂലിൻ ടു കൊളസ്ട്രോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ്. പക്ഷേ ഇത് കൂടുതൽ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. അസറ്റൈൽ കോയെ, അസറ്റോഅസറ്റൈൽ കോയെ, HMG കോയെ, മെവാലോനേറ്റ്, അങ്ങനെ ചെറിയ രീതിയിൽ കൊടുത്തേക്കാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിന്റെ സ്റ്റെപ്സുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ സിന്തസിസ് പാത്വേ ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ട് ഇത് നടക്കുന്നത് സൈറ്റോസോളിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 അസറ്റൈൽ കോയ ഉണ്ട്. 2 അസറ്റൈൽ കോയും കൂടി ചേർന്ന് അസറ്റൈൽ കോയ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു 4 കാർബൺ ആണ് അസറ്റൈൽ കോയ എന്ന് പറയുന്നത്. ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് തയോലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്.
ഓക്കെ, അവിടെ കോയെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അസറ്റൽ കോയും കൂടി ചേർന്ന് അസറ്റൽ കോയ ഉണ്ടാകുന്നുണ്ട്. അതൊരു 4 കാർബൺ ആണ്. ഇനി ഈ ഒരു അസറ്റൽ കോയെ HMG കോയെ സിന്തേസിന്റെ പ്രസൻസിൽ HMG കോയെ ആവുന്നുണ്ട്. അവിടെ ഒരു അസറ്റൽ കോയെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു അസറ്റൽ കോയ എന്ന് പറയുന്നത് 2 കാർബൺ ആണ്. അപ്പൊ അസറ്റൽ കോയ എന്ന് പറയുന്നത് 4 കാർബൺ. അപ്പൊ ഈ അസറ്റൽ കോയ കൂടെ ഒപ്പം അസറ്റൽ കോയും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എന്താണ് അവിടെ HMG കോയ എന്ന് പറയുന്ന 6 കാർബൺ, 4 കാർബൺ പ്ലസ് 2 കാർബൺ, അങ്ങനെ 6 കാർബൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഹെൽപ്പ് ചെയ്ത എൻസൈം ആണ് ഏത് HMG കോയെ സിന്തേസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, അസറ്റൽ കോയും കൂടി ചേർന്ന് അസറ്റൽ കോയ അതൊരു 4 കാർബൺ ആണ് ഇൻ പ്രസൻസ് ഓഫ് എൻസൈം തയോലേസ്. ഇനി അസറ്റൽ കോയുടെ ഒപ്പം ഒരു അസറ്റൽ കോയും കൂടി ആഡ് ചെയ്ത് HMG കോയെ ഫോം ചെയ്യുന്നുണ്ട്. അതൊരു 6 കാർബൺ ആണ്. ഓക്കെ, ഇനി ഈ ഒരു HMG കോയ റിഡക്റ്റേഴ്സിന്റെ ഹെൽപ്പോടെ, ഈ ഒരു എൻസൈമിന്റെ ഹെൽപ്പോടെ മെവാലോനേറ്റ് ആവുന്നുണ്ട്. ഈ മെവാലോനേറ്റ് എന്ന് പറയുന്നത് 6 കാർബൺ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, അസറ്റൽ കോയും ചേർന്ന് അസറ്റൽ കോയ HMG കോയായി, HMG കോയ എന്തായി, മെവാലോനേറ്റ് ആയി. ഈ മെവാലോനേറ്റ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇനി ഈ ഒരു മെവാലോനേറ്റ് എന്ന് പറയുന്ന 6 കാർബൺ കോമ്പൗണ്ട് ഫോസ്ഫോറിലേറ്റഡ്, ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ടു ഫോം 5-phosphor മെവാലോനേറ്റ്. ഓക്കെ, അപ്പൊ മെവാലോനേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോറേറ്റ് ചെയ്ത്, അതായത് ഇനിയും ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് 5-phosphor മെവാലോനേറ്റ് ആവുന്നുണ്ട് ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കൈനേസ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ 5-phosphor മെവാലോനേറ്റ് പിന്നെയും ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് അത് 5-pyro-phosphor മെവാലോനേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, എന്താണ് 5-pyro-phosphor മെവാലോനേറ്റ് ആവുന്നുണ്ട്. അതും സെയിം എൻസൈം തന്നെയാണ്, കൈനേസ്. ഇനി ഈ ഒരു 5-pyro-phosphor മെവാലോനേറ്റിൽ പിന്നെയും ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് എന്ത്, ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കൈനേസ് ടു ഫോം 3-phosphor 5-pyro-phosphor മെവാലോനേറ്റ്. ഓക്കെ, അപ്പൊ അവിടെ 3 കൈനേസ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഏതാണ്, മെവാലോനേറ്റ് ഇൻ പ്രസൻസ് ഓഫ് കൈനേസ് എൻസൈം ഇറ്റ് ഫോം 5-phosphor മെവാലോനേറ്റ്, പിന്നെയും ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് കൈനേസ് എൻസൈം ടു ഫോം 5-pyro-phosphor മെവാലോനേറ്റ്. അവിടെ പിന്നെയും ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കൈനേസ് ടു ഫോം 3-phosphor 5-pyro-phosphor മെവാലോനേറ്റ്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു കൈനേസ് ആക്ടിവിറ്റി. 3 കൈനേസ് ആക്ടിവിറ്റി കഴിഞ്ഞ ഒരു ഡീകാർബോസിലേസും കൂടി വരുന്നുണ്ട്. അതായത് 3-phosphor 5-pyro-phosphor മെവാലോനേറ്റ് പിന്നെ IPP ആയിട്ട് മാറും. ഓക്കെ, ഈ IPP എന്ന് പറഞ്ഞാൽ എന്താണ്, IPP ദാറ്റ് ഈസ് ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് ആണ്. ഈ IPP എന്ന് പറയുന്ന ഒരു 5 കാർബൺ ആണ്. നമ്മൾ ഈ ഒരു IPP-നെ ഐസോപ്രീൻ എന്ന് പറയും, ആൻഡ് ഇറ്റ് ഈസ് എ പ്രിക്കർസർ ഫോർ ടെർപീൻ. ഓക്കെ, അപ്പൊ IPP എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിക്കർസർ ഫോർ ടെർപീൻ. അതിന് നമ്മൾ എന്താ പറയുന്നത്, IPP-നെ നമ്മൾ എന്താ പറയണേ, ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ്. ഓക്കെ, ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് എന്ന് പറയും, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഐസോപ്രീൻ എന്ന് പറയാറുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് പ്രിക്കർസർ ഫോർ ടെർപീൻ. ഓക്കെ, അങ്ങനെ ഈ ഒരു IPP കൺവേർട്ട് ടു ഐസോമറിക് ഫോം DPP. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. IPP DPP ആയിട്ട് മാറും, അതിന്റെ ഐസോമറിക് ഫോം ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ DPP ആയി. ഈ DPP എന്ന് പറയുന്നത് എന്താണ്, അതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. IPP-യും 5 കാർബൺ തന്നെയാണ്, DPP-യും 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ DPP-യുടെ ഫുൾ ഫോം എന്താണ്, ഡൈമീഥൈൽ പൈറോഫോസ്ഫേറ്റ്. ഓക്കെ, ഡൈമെഥൈൽ പൈറോഫോസ്ഫേറ്റ് ആണ് DPP. ഓക്കെ, ഈ DPP-യുടെ കൂടെ ഒരു IPP കൂടി ആഡ് ചെയ്യും. അതായത് DPP എന്ന് പറയുന്നത് ഒരു 5 കാർബൺ ആണ്, IPP എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5 കാർബൺ. അങ്ങനെ 5 + 5 10 കാർബൺ ആയിട്ടുള്ള GPP ഫോം ചെയ്യും. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എന്താണ്, DPP + IPP gives GPP. അതായത് 5 കാർബണും ചേർന്ന് ഒരു 10 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള GPP, ജിറനൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു, അസറ്റൈൽ കോയും കൂടി ചേർന്ന് അസറ്റൽ കോയായി മാറി ഇൻ പ്രസൻസ് ഓഫ് എൻസൈം തയോലേസ്. ഇനി അസറ്റൽ കോയ എന്തായിട്ട് മാറി, HMG കോയായിട്ട് മാറി ഇൻ പ്രസൻസ് ഓഫ് എൻസൈം HMG കോയ സിന്തേസ്. ഇനി HMG കോയ എന്ന് പറയുന്നത് മെവാലോനേറ്റ് ആയി ഇൻ പ്രസൻസ് ഓഫ് എൻസൈം HMG കോയ റിഡക്റ്റേസ്. ഇനി മെവാലോനേറ്റ് എന്തായി, 5-phosphor മെവാലോനേറ്റ് ആവുന്നുണ്ട്.
അവിടെ അവിടെ കൈനേസ് എൻസൈം ഹെൽപ്പോടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് 5-പൈറോഫോസ്ഫോമെവാലനേറ്റ് ആവുന്നുണ്ട്. ഇനി ഈ 5-പൈറോഫോസ്ഫോമെവാലനേറ്റിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്ത് 3-phosphor-5-pyrofosfomevalonate ആയി. അത് ഡീകാർബോസിലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഹെൽപ്പോടെ IPP ആയി. ഈ IPP എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം, ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഐസോപ്രീൻ എന്നൊക്കെ പറയും. ഇറ്റ് ആക്ട് ആസ് എ പ്രിക്കർസർ ഫോർ ടെർപീൻ. ഇനി IPP എന്ത് ചെയ്യും, അതിന്റെ ഐസോമറിക് ഫോം ആയിട്ടുള്ള DPP ആവും. ഈ DPPയുടെ കൂടെ ഒരു IPP കൂടി ചേർന്ന് GPP ആവും. അങ്ങനെ ഈ ഒരു GPP എന്ന് പറയുന്നത് 10 കാർബൺ കോമ്പൗണ്ട് ആണ്. അതായത് DPP എന്ന് പറയുന്നത് 5 കാർബൺ ആണ്, IPP ഒരു 5 കാർബൺ ആണ്. അപ്പൊ DPP പ്ലസ് IPP എന്ന് പറയുന്നത് എന്താണ്, 5 കാർബൺ പ്ലസ് 5 കാർബൺ, ദാറ്റ് ഈസ് 10 കാർബൺ കോമ്പൗണ്ട് കോൾഡ് GPP. അതാണ് ജിറനൈൽ പൈറോഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി ഈ GPPയുടെ കൂടെ പിന്നെയും IPP ആഡ് ചെയ്യാം. അപ്പൊ GPP എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു 10 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 10 കാർബൺ കോമ്പൗണ്ടിന്റെ കൂടെ ഈ IPP അതൊരു 5 കാർബൺ ആണ്. അപ്പൊ 10 + 5 = 50 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള FPP ഫോം ചെയ്യും. വാട്ട് ഈസ് FPP? ഫെർനൈസൈൽ പൈറോഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്, ആദ്യം തന്നെ IPP DPP എന്ന് പറയുന്ന ഐസോമറിക് ഫോമായി, DPPയുടെ കൂടെ ഒരു IPP ചേർന്ന് GPP ആയി, GPPയുടെ കൂടെ ഒരു IPP ചേർന്ന് FPP ആയി. അങ്ങനെയാണ് 15 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള FPP കിട്ടിയത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, FPP എന്ന് പറയുന്നത് 15 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ടിന്റെ കൂടെ പിന്നെയും ഒരു FPP കൂടി ആഡ് ചെയ്യും. അതായത് 15 + 15. അപ്പൊ എത്ര കിട്ടി, 30 കാർബൺ ആയിട്ടുള്ള സ്ക്വാലിൻ കിട്ടി. ഓക്കെ, സ്ക്വാലിൻ 30 കാർബൺ ആയിട്ടുള്ള സ്ക്വാലിൻ കിട്ടി. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അസറ്റൈൽ കോയെ പ്ലസ് അസറ്റൈൽ കോയെ, അസറ്റോഅസറ്റൈൽ കോയെ ഉണ്ടായി. പിന്നെ അതിൽ നിന്ന് HMG കോയെ, പിന്നെ മെവാലനേറ്റ് ഉണ്ടായി. മെവാലനേറ്റിൽ നിന്ന് ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് 5-phosphomethylate, പിന്നെയും ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് 5-pyrofosfomevalonate, പിന്നെയും ഒരു ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് 3-phosphor-5-pyrofosfomevalonate. ഇനി ഡീകാർബോസിലേസ് എന്ന് പറയുന്ന എൻസൈം, അതായത് 3 കൈനേസ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഒരു ഡീകാർബോസിലേസ് എൻസൈം. അങ്ങനെ IPP ഫോം ചെയ്തു. IPP ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ഐസോമറൈസ് ആയിട്ടുള്ള DPP ഉണ്ടാവും. DPPയുടെ കൂടെ ഒരു IPP ചേർന്ന് GPP ഉണ്ടാവും. GPP ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു IPP ചേർന്ന് FPP ഉണ്ടാവും. അങ്ങനെ FPP + FPP ചേർന്ന് സ്ക്വാലിൻ എന്ന് പറയുന്ന 30 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ സൈഡിൽ കൊടുത്തേക്കണ സ്റ്റെപ്സ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അസറ്റൈൽ കോയ, അസറ്റോഅസറ്റൈൽ കോയ, HMG കോയ, മെവാലനേറ്റ്. പിന്നെ ഇവര് നേരിട്ട് FPPയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ FPPയിലേക്ക് എത്തണതിന് കുറച്ച് സ്റ്റെപ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി സ്ക്വാലിൻ എന്ന് പറയുന്ന 30 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായി. ഈ 30 കാർബൺ സ്ക്വാലിൻ അവിടെ എപ്പി ഓക്സിഡൈസ്, ഹൈഡ്രോക്സിലേസ്, സൈക്ലേസ് ഇങ്ങനെയുള്ള എൻസൈമിന്റെ ഹെൽപ്പോടെ ലാനോസ്റ്റിറോൾ എന്ന് പറയുന്ന 30 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. ഈ ലാനോസ്റ്റിറോൾ കഴിഞ്ഞ് പിന്നെ കുറെ സീരീസ് ഓഫ് റിയാക്ഷന് ശേഷം എന്തുണ്ടാവുന്നു, നമ്മുടെ 27 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടായി. ഓക്കെ, അങ്ങനെയാണ് 27 കാർബൺ കോമ്പൗണ്ട് ഉള്ള കൊളസ്ട്രോൾ ഉണ്ടായത്. അപ്പൊ എവിടെ നിന്നാണ് ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയത്? അസറ്റൈൽ കോയിൽ നിന്നാണ്. 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള അസറ്റൈൽ കോയിൽ നിന്നാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവസാനം 27 കാർബൺ ഉള്ള കൊളസ്ട്രോൾ ഫോം ചെയ്തു. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കാണ്. 2 അസറ്റൈൽ കോയ തയോലൈസിന്റെ ഹെൽപ്പോടെ അസറ്റൈൽ കോയായി, HMG കോയ സിന്തസിന്റെ ഹെൽപ്പോടെ HMG കോയായി, പിന്നെ HMG കോയ റിഡക്റ്റീസിന്റെ ഹെൽപ്സോടെ മെവാലനേറ്റ് ആയി, IPP ആയി, GPP ആയി, FPP ആയി, പിന്നെ സ്ക്വാലിൻ ആയി, പിന്നെ ലാനോസ്റ്റിറോൾ ആയി. അവിടെ ഹെൽപ്പ് ചെയ്ത എൻസൈമാണ് സൈക്ലീസ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കൊളസ്ട്രോൾ ആയി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് HMG കോയ ഉണ്ടായത്. ഓക്കെ, HMG കോയ ഉണ്ടാവുന്ന ആ ഒരു കാര്യമില്ല. അതായത് HMG കോയ റിഡക്റ്റേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമിനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. സോ എന്താണ് അത്? ഒന്നാമത്തെയാണ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. അതായത് കൊളസ്ട്രോൾ ആൻഡ് ഇറ്റ് ഇസ് ഡെറിവേറ്റീവ് ഇൻഹിബിറ്റ് HMG കോയ റിഡക്റ്റേസ്. അതായത് ഈ HMG കോയ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാനും അതിനെ ആക്ടിവേറ്റ് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കൊളസ്ട്രോളും അതിന്റെ ഡെറിവേറ്റീവ്സ് എന്താ ചെയ്യുന്നത്? HMG കോയ റിഡക്റ്റേസിനെ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീൻ എക്സ്പ്രഷൻ, അതായത് SREBPS ആക്ടിവേറ്റ് ജീൻ എക്സ്പ്രഷൻ വെൻ കൊളസ്ട്രോൾ ഈസ് ലോ.
ഓക്കെ, അതായത് ഈ SREBPS എന്താ ചെയ്യുന്നത്, കൊളസ്ട്രോൾ ലെവൽ കുറയുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്ഷനൊക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ സ്റ്റീറോയിഡ് ലെവൽ കൂടുന്ന സമയത്ത് നമ്മളുടെ HMG കോയെ റിഡക്റ്റേസിന് എൻസൈം ഡീഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറഞ്ഞായിരുന്നു കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത് സ്റ്റീറോയിഡ് ലെവൽ കുറയുന്ന സമയത്താണ്. സ്റ്റീറോയിഡ് ലെവൽ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്ന സമയത്ത് ഈ ഒരു എൻസൈം ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഫോസ്ഫോറൈലേഷൻ, AMPK ഫോസ്ഫോറിലേറ്റ് ആൻഡ് ഇനാക്ടിവേറ്റ് ദ എൻസൈം ഇൻ ലോ എനർജി കണ്ടീഷൻ. അതായത് AMPK എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഈ ഒരു എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഹോർമോണൽ റെഗുലേഷൻസ്, അതായത് ഇൻസുലിൻ എന്താ ചെയ്യുന്നത്, ഇറ്റ് അപ്റെഗുലേറ്റ് എൻസൈം ആക്ടിവിറ്റി. അതായത് ഇൻസുലിനും അതുപോലെ തന്നെ തൈറോസിൻ ഇവർ രണ്ടുപേരും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇൻസുലിൻ ആണെങ്കിൽ നേരിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു HMG കോയ റിഡക്റ്റേസിനെ ഡയറക്ട്ലി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസുലിനും അതുപോലെ തന്നെ തൈറോസിനും. അതെ. ഇനി ഗ്ലൂക്കഗൺ ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഡൗൺ റെഗുലേറ്റ് എൻസൈം ആക്ടിവിറ്റി. അതായത് ഗ്ലൂക്കഗണും അതുപോലെ തന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്താണ്, അത് ഡയറക്ട്ലി പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ HMG കോയ റിഡക്റ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. കോമ്പാക്റ്റിൻ, ലോവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന കുറച്ച് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അവരും HMG കോയ റിഡക്റ്റേസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിട്രേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, HMG കോയ റിഡക്റ്റേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. ഈ ഒരു HMG കോയ റിഡക്റ്റേസിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ആക്ടിവേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. കൊളസ്ട്രോൾ ആണെങ്കിൽ കൊളസ്ട്രോളും അതിന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ HMG കോയനെ എന്താ ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് എന്താണ് ഈ ഒരു ഹോർമോൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോണും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള കോമ്പാക്റ്റിൻ, ലോവസ്റ്റാറ്റിൻ അവരൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രഗ്സുകളൊക്കെ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവരെ കുറച്ച് അതുപോലെ സ്റ്റീറോയിഡ് ലെവൽ കൂടുന്ന സമയത്തും ഇതിനെ ഡീഗ്രഡേറ്റ് ചെയ്തൊക്കെ കളയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ AMPK എന്ത് ചെയ്യുന്നുണ്ട്, AMPK വന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഈ എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ അതിനെ ഇപ്പൊ ഇൻസുലിൻ, തൈറോസിൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, HMG കോയ റിഡക്റ്റേസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SREBPS എന്ത് ചെയ്യുന്നുണ്ട്, ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത്, അതായത് കൊളസ്ട്രോൾ ലെവൽ കുറയുന്ന സമയത്താണ് ആക്ടിവേറ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൊളസ്ട്രോൾ സിന്തസിസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഈ ഒരു മെംബ്രെയിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ബയോസിന്തസിസ് നടക്കുന്നത് ലിവറിലാണ്. ലിവറിൽ എവിടെയായിട്ടാണ്, സൈറ്റോസോളിലാണ്. കുറച്ച് ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നടക്കുന്നുണ്ട്. കൊളസ്ട്രോൾ ബയോസിന്തസിസിന്റെ പ്രീകർസർ എന്ന് പറയുന്നത് അസറ്റൈൽ കോയാണ്. പിന്നെ ഈ ഒരു സിന്തസിസ് നടക്കുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ഹൈ ആവുന്ന സമയത്ത്, അന്നേരം ഇൻസുലിൻ ഒക്കെ അവിടെ ഉണ്ടാവും. പിന്നെ സ്ട്രെസ് ലെവൽ ലോ ആവുന്ന സമയത്തൊക്കെയാണ് കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത്. ഇനി ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു 27 കാർബൺ ട്രൈടെർപ്പീൻ ആണ്. ഇതൊരു ആംഫിപ്പതിക് മോളിക്യൂൾ ആണ്, കാരണം അതിനൊരു OH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളർ ടെയിലും ഉണ്ട്. കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന് മൾട്ടിപ്പിൾ സൈക്ലിക് റിംഗ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിക് സ്റ്റിറോയിഡ് പ്രസന്റ് ഇൻ ആനിമൽസ് ആൻഡ് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. അത് മാത്രമല്ല കൊളസ്ട്രോൾ ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ടു പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ പ്ലാസ്മ മെംബ്രെയിനിലാണെങ്കിൽ ഇത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്പിൻജോലിപ്പിഡ്സ്. അതായത് പ്ലാസ്മ മെമ്പറിൽ സ്പിൻജോലിപ്പിഡ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ സെൽ ബയോളജിയിലാണെങ്കിൽ അതിനെ ലിപ്പിഡ് റാഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ജസ്റ്റ് പറഞ്ഞുള്ളൂ. പിന്നെ മാത്രമല്ല ഇറ്റ് ആക്ട് ആസ് എ ടെമ്പറേച്ചർ ബഫർ. അതുപോലെ തന്നെ വൈറ്റമിൻ D, ബൈൽ ആസിഡിന്റെ ഒക്കെ പ്രിക്കേഴ്സർ ആണ്. കുറെ സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെ പ്രിക്കേഴ്സർ ആണ്. ആൽഡോസ്റ്റിറോൺ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ ഇതിന്റെയൊക്കെ പ്രിക്കേഴ്സർ ആണ്. പിന്നെ ഇതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് HMG കോയിൻ ഉണ്ടാവുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് മെവലനൈറ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ IPP, DPPയുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ 30 കാർബൺ ആയിട്ടുള്ള സ്ക്വാലിൻ സിന്തസിസ് നടക്കുന്നുണ്ട്. പിന്നെ സ്കാലിൻ 27 കാർബൺ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്സുകൾ നമ്മൾ പറഞ്ഞു. അസറ്റൈൽ കോയും ചേർന്ന് അസറ്റോഅസറ്റൈൽ കോയായി മാറുന്നു. പിന്നെ അത് HMG കോയായി മാറുന്നു. HMG കോയിനെ മെവലനൈറ്റ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്ത എൻസൈമായിരുന്നു HMG കോയ റിഡക്റ്റേസ്. ഈ ഒരു എൻസൈമിന്റെ കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ HMG കോയ റിഡക്റ്റേസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കാര്യങ്ങൾ
കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അങ്ങനെ മെവലനേറ്റ് ഉണ്ടായി. മെവലനേറ്റ് പിന്നെ എന്തായി, മെവലനേറ്റ് 5 ഫോസ്ഫോ മെവലനേറ്റ് ആയി, അത് 5 പൈറോ ഫോസ്ഫോ മെവലനേറ്റ് ആയി, പിന്നെ 3 ഫോസ്ഫോ 5 പൈറോ ഫോസ്ഫോ മെവലനേറ്റ് ആയി. അത് കഴിഞ്ഞ് അത് IPP ആയി, IPPയുടെ ഐസോമറൈസ് ആയിട്ടുള്ള DPP ആയി, DPPയുടെ കൂടെ IPP ചേർന്ന് GPP ആയി, GPPയുടെ കൂടെ ഒരു IPP കൂടി ചേർന്ന് FPP ആയി, FPPയുടെ കൂടെ ഒരു FPP കൂടി ചേർന്ന് സ്ക്വാലിൻ എന്ന് പറയുന്ന 30 കാർബൺ ആയിട്ടുള്ള സ്ക്വാലിൻ ഫോം ചെയ്തു. സ്ക്വാലിൻ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പി ഓക്സിഡീസും ഹൈഡ്രോക്സിലീസ് സൈക്ലേസ് പോലുള്ള എൻസൈമിന്റെ ഹെൽപ്പോടെ ലാനോസ്റ്റിറോളായി മാറുന്നുണ്ട്. ലാനോസ്റ്റിറോൾ എന്ന് പറയുന്ന ഒരു 30 കാർബൺ കോമ്പൗണ്ട് ആണ്. ലാനോസ്റ്റിറോളിൽ നിന്ന് കുറേ സീരീസ് ഓഫ് റിയാക്ഷൻ കഴിഞ്ഞ് അവസാനം കൊളസ്ട്രോൾ ഫോം ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് HMG കോയ റിഡക്റ്റേസിന്റെ റെഗുലേഷനെ കുറിച്ചാണ്. അതായത് ഈ കൊളസ്ട്രോളും അതിന്റെ ഡെറിവേറ്റീവ്സും എന്ത് ചെയ്യുന്നുണ്ട്, HMG കോയിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ സ്റ്റീറോൾ ലെവൽ വരുമ്പോൾ ഈ എൻസൈമിനെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. AMPK അതിനെ ഫോസ്ഫോറേറ്റ് ചെയ്ത് ഇന്നാക്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ചില എൻസൈംസുകൾ, അതായത് ഗ്ലൂക്കോഗൺ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഒക്കെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, നേരിട്ട് പോയി ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസുലിൻ, അതുപോലെ തന്നെ സിട്രേറ്റ്, പിന്നെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ SREB ആക്ടിവേറ്റ് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ വെൻ കൊളസ്ട്രോൾ ഈസ് ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൊളസ്ട്രോൾ ബയോസിന്തസിസിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.